ഹലോ നമസ്കാരം. ചന്ദ്രകണ്ഠ ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒരു പിക്കപ്പ് ഫയൽ റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിന്റെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർച്ച് 2026 ഏറ്റവും മികച്ചതാക്കുന്നതിന് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇതാണ് ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ തമ്മിലിൽ 3 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 3 ഡക്കുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിലേതെങ്കിലും ഒരു മീഡിയം ഉപയോഗിച്ച് ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങളുടെ ഗ്രൂപ്പ് തിരഞ്ഞെടുക്കേണ്ടതാണ്. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെ മെസ്സേജസ് മുഴുവനായി കേട്ടതിന് ശേഷം നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന സന്ദേശങ്ങളും മാർഗ്ഗനിർദ്ദേശങ്ങളും മാത്രം സ്വീകരിക്കുക. ഇത് ഒരു കളക്റ്റീവ് റീഡിംഗ് ആണെന്ന് എപ്പോഴും ഓർക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുകയോ ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കമന്റ് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1ന്റെ റീഡിംഗിലേക്ക് കടക്കുന്നു. നിങ്ങൾ ഇവിടെ വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ഇൻറ്റ്യൂട്ടീവ്ലി തിരഞ്ഞെടുക്കുക. ഹലോ ഗ്രൂപ്പ് 1, നിങ്ങൾ തംബ്നെയിലത്തെ ഒന്നാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡെക്ക് ആണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഈ മാർച്ച് 2026 മികച്ചതാക്കുന്നതിന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ലൈഫിൽ ഇപ്പോൾ ഒരുപാട് റീഡിങ്സ്, ഇപ്പം എൻ്റെ തന്നെ റീഡിങ്സ് ആയിരിക്കും അല്ലെങ്കിൽ മറ്റാരുടെയും റീഡിങ്സ് ആയിരിക്കും, അതിലിങ്ങനെ ലൈഫിൽ റുട്ടീൻ വേണം, ഒരു ടൈം ടേബിൾ ഒക്കെ ഇട്ട് ലൈഫിൽ റുട്ടീൻ ഒക്കെ ഫോളോ ചെയ്യണം, എക്സസൈസ് ഒക്കെ ഡെയിലി ചെയ്യണം, അങ്ങനെ ഒരു മെസ്സേജ് റിപ്പീറ്റഡ്ലി കേൾക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, അത് തന്നെയാണ് ഇവിടെയും ആദ്യം വരുന്ന മെസ്സേജ്. അത് നിങ്ങൾ ചെയ്യേണ്ടതാണ് കേട്ടോ. അതിൽ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഇളവുകളോ അല്ലെങ്കിൽ കൺസെഷനോ ഒന്നുമില്ല. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പുരോഗതി വരണമെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന വിജയങ്ങളും നേട്ടങ്ങളും ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ലൈഫിൽ റുട്ടീൻ ഉണ്ടാവണം. ഒരു ഹെൽത്തി റുട്ടീൻ ഫോളോ ചെയ്യുക, എക്സസൈസ് ഡെയിലി ചെയ്യുക, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എനർജി മൂവ്മെന്റിനാണ് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു റുട്ടീൻ ഫോളോ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു ബ്രെയിൻ ആ ഒരു പാറ്റേൺ കാച്ചപ്പ് ചെയ്യുകയും നമുക്ക് കൂടുതൽ പ്രസന്റ് മൊമെന്റിൽ ഫോക്കസ് ആയിരിക്കുന്നത് സഹായിക്കുകയും ചെയ്യും. അങ്ങനെ ആയിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ, കാലതാമസമൊന്നും ഇല്ലാതെ നിങ്ങളുടെ ആഗ്രഹങ്ങളെ, നിങ്ങളുടെ നേട്ടങ്ങളെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന നേട്ടങ്ങളെ, വിജയങ്ങളെ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഒന്നിന്റെയും പിറകെ പോവാതിരിക്കുക, ഒരു ഡെസ്പറേഷൻ പാടില്ല. ഓക്കെ, വളരെയധികം ഒരു പേഷ്യന്റ് എനർജി ഉണ്ടായിരിക്കണം. ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ കുറേ കൂടെ ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യുക. ലാസ്റ്റ് മിനിറ്റ് റഷ് ഒന്നിനും പാടില്ല. പ്രത്യേകിച്ച് മാർച്ച് മാസത്തില് എന്തെങ്കിലും നിങ്ങൾക്ക് പ്രത്യേകിച്ച് നിങ്ങളുടേതായ എന്തെങ്കിലും ഒരു പ്രൊജക്ട് അല്ലെങ്കിൽ നിങ്ങളുടേതായ വർക്ക് റിലേറ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ വല്ല ക്രിയേറ്റീവ് പ്രൊജക്റ്റ് ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ ലാസ്റ്റ് മിനിറ്റേക്ക് വെക്കരുത്. കാര്യങ്ങൾ കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ടാക്കി അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, ആ കാര്യം എക്സിക്യൂട്ട് ചെയ്യണം. അത് ഒരു തരത്തിലുള്ള റഷും ഇല്ലാതെ ആ ഡെഡ് ലൈൻ നിങ്ങൾക്ക് എന്താ പറയുക അച്ചീവ് ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ, അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിലൂടെയാണ് നിങ്ങൾ ആ ഒരു എന്താ പറയണ്ടേ, നിങ്ങൾക്ക് ആ ഒരു അലൈൻമെന്റ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലോങ് ടേം സക്സസിലേക്ക്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റെബിലിറ്റി, സെക്യൂരിറ്റി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുക എല്ലാ മേഖലയിലും. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രത്യേകിച്ച് മാർച്ച് മാസത്തിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു അലൈൻമെന്റ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ കാലതാമസം കൂടാതെ എത്രയും പെട്ടെന്ന് നിങ്ങൾ അട്രാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, എളുപ്പത്തിൽ വേഗത്തിൽ അട്രാക്ട് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഒരു സ്വസ്ഥമായ ഒരു സമയം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ വേണം നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന നേട്ടങ്ങൾ, നിങ്ങൾക്ക് ഉണ്ടാകുന്ന വിജയങ്ങൾ, അതിൽ നിങ്ങൾക്ക് അഭിമാനിക്കാൻ സാധിക്കണം. അതിൽ നിങ്ങൾക്കൊരു എന്താ പറയാ, അത് എൻ്റെ ഒരു കഴിവ് കൊണ്ടല്ല എന്നുള്ള ഒരു കൺസെപ്റ്റ് വേണ്ട. ഓക്കെ, എളിമ നല്ലതാണ്, പക്ഷെ നമ്മളുടെ കഴിവ് കൊണ്ട് നേടിയൊരു കാര്യം, ഇത് എൻ്റെ കഴിവ് കൊണ്ട് നേടിയതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റണം. അവിടെ നമുക്കൊരു തരത്തിലുള്ള ജാള്യത പാടില്ല. അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നിങ്ങൾ വളരെ അഭിമാനത്തോടെ തന്നെ നിങ്ങളുടെ നേട്ടങ്ങളെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് പറ്റണം. അതായത് പൊക്കി പറയാന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒരു ഹെൽത്തി വേയില്. ഓക്കെ, അത് പറ്റണം നിങ്ങൾക്ക്. അത് നിങ്ങൾക്ക് അക്നോളജ് ചെയ്യാൻ പറ്റണം. നിങ്ങൾ അതിന് യൂണിവേഴ്സിനോട് നന്ദി പറയണം. അപ്പോഴാണ് നിങ്ങൾക്ക് അങ്ങനത്തെ ആ ഒരു ഹൈ വൈബ്രേഷണൽ എനർജിയിലായിക്കൊണ്ട് ഇതുപോലെ കൂടുതൽ വിജയങ്ങളും നേട്ടങ്ങളും അനുഗ്രഹങ്ങളും അട്രാക്ട് ചെയ്യാനായിട്ട് പറ്റും മാർച്ച് മാസത്തില്. ഓക്കെ, clarify the Eight of Cups. Clarify the Two of Wheels. നിങ്ങളുടെ ലൈഫിൽ കുറേ കൂടെ പീസ്ഫുൾ ആയിട്ടുള്ള, കുറേ കൂടെ എസ്പെഷ്യലി നിങ്ങളുടെ ലവ് ലൈഫിൽ, ഓക്കെ, നിങ്ങൾ സിംഗിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ
നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു നിങ്ങളുടെ എനർജിയോട് അലൈൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരാളെ, ഓക്കെ, നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങളുമായിട്ട് എനർജറ്റിക്കലി അലൈൻഡ് ആയിട്ടുള്ള, എല്ലാം കൊണ്ടും അലൈൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തി, ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ അട്രാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പിനോട് നിങ്ങൾ ഓപ്പൺ ആൻഡ് റിസപ്റ്റീവ് ആകണമെങ്കിൽ, അതിനോട് എനർജറ്റിക്കലി അലൈൻഡ് ആകണമെങ്കിൽ, ഈ മാർച്ച് മാസത്തിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നല്ലതല്ലാത്ത എല്ലാ എനർജീസും, അതായത് ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ എനർജീസും, അത് പീപ്പിൾ ആകാം, ആളുകളായിരിക്കാം, സന്ദർഭങ്ങളായിരിക്കാം, ചില പാസ്റ്റ് മെമ്മറീസ് ആയിരിക്കാം, എക്സ്പീരിയൻസസ് ആയിരിക്കാം, അതിൽ നിന്നൊക്കെ നിങ്ങൾ മുന്നോട്ട് പോകണം. ഓക്കെ. അപ്പോഴാണ് നിങ്ങൾക്കൊരു ബാലൻസ് നിങ്ങളുടെ ലൈഫിൽ ഫീൽ ചെയ്യാം. നിങ്ങൾ ആ ഒരു കറക്റ്റ് ഈ ഒരു എന്താ പറയാ പ്രസന്റ് മൊമെന്റിലായിക്കൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ എഫേർട്ട് എടുത്തുകൊണ്ട് നിങ്ങളുടെ എന്താ പറയണ്ട ആ ഒരു എനർജറ്റിക്കൽ അലൈൻമെന്റിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു മോസ്റ്റ് കോൺഫിഡന്റ് വേർഷനിലേക്ക് ആകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അതിനായിട്ടുള്ള റൈറ്റ് സ്റ്റെപ്സ് നിങ്ങൾക്ക് എടുക്കാൻ അപ്പോഴാണ് സാധിക്കുക. മാത്രമല്ല, നിങ്ങളെ ജെന്യുവിൻലി സപ്പോർട്ട് ചെയ്യുന്ന, നിങ്ങളെ നിങ്ങളായി തന്നെ അംഗീകരിക്കുന്ന, സ്നേഹിക്കുന്ന ആളുകളെ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുന്നതിനും, അതിന്റെ ജീവിതത്തിൽ ഒരു സ്വസ്ഥമായിട്ടുള്ള ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു എന്താ പറയണ്ടേ സ്വസ്ഥമായിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്തിരിക്കണം. അപ്പോഴാണ് റൈറ്റ് പീപ്പിൾ, ഇൻക്ലൂഡിങ് യുവർ പാർട്ട്ണർ, ഇപ്പൊ നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ ആ ഒരു പാർട്ട്ണർ നിങ്ങളായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 5D ലെവലെങ്കിലും എനർജറ്റിക്കലി കണക്റ്റഡ് ആകാനുള്ള സാധ്യത ഈ മാർച്ച് മാസത്തിലുണ്ട്. ഓക്കെ. പക്ഷെ ഈ പറഞ്ഞ പോലെ പല കാര്യങ്ങളും ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. ചില റിലേഷൻഷിപ്പ് ഒക്കെ പെട്ടെന്ന് ഒരു ഡിസ്റ്റൻസ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകുക, ഓക്കെ, അല്ലെങ്കിൽ അവസാനിച്ച് പോവുക, അങ്ങനെയൊക്കെ സംഭവിക്കാൻ ചില സാഹചര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ പെട്ടെന്ന് ഡിറ്റാച്ച്ഡ് ആകുക. അതൊക്കെ നിങ്ങൾ അനുവദിക്കണം. ഓക്കെ. അതിനൊന്നും അത് എൻഡ് ചെയ്യാണെന്ന് അറിയുമ്പോൾ നിങ്ങളുടെ നല്ലതിനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, നിങ്ങൾക്ക് അത് ഇപ്പൊ ചിലപ്പോൾ മനസ്സിലാവുണ്ടാവില്ല, പക്ഷെ അത് നിങ്ങൾ സ്വയം പറഞ്ഞ് എന്താ പറയാ പൊരുത്തപ്പെടുക എന്ന് പറയില്ല, അതാണ് ചെയ്യേണ്ടത്. ഇതെന്റെ ഹയസ്റ്റ് ഗുഡിനാണ്, എനിക്കതിപ്പോ മനസ്സിലാകുന്നില്ലെങ്കിലും ഇവൻച്വലി ഭാവിയിൽ ഞാൻ അത് തിരിച്ചറിയുന്നതാണ്, ഇതെന്റെ ഹയസ്റ്റ് ഗുഡിനാണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളാണ് അവിടെ ഡിസൈഡ് ചെയ്യണേ അത് ഉപേക്ഷിക്കാം. ഓക്കെ. അത് ജീവിതത്തിൽ പോകുമ്പോൾ അത് പോകട്ടെ എന്നുള്ള ഒരു ഡിസിഷൻ ഫൈനലൈസ് ചെയ്യുന്നത് നിങ്ങൾ തന്നെയാണ്. അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകുക. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻറ്റ് വേർഷനിലേക്ക് ആകുന്നതിന്, നിങ്ങളുടെ ആ ഒരു ഹൈ വൈബ്രേഷണൽ ഫ്രീക്വൻസിയിലേക്ക് എത്തുന്നതിന് നിങ്ങൾ എടുക്കേണ്ട ആക്ഷൻസ്, അതിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകുക. ഇതൊക്കെ ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരു ഗ്ലോ അപ്പ് സംഭവിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ഓക്കെ. എക്സ്റ്റേണൽ അപ്പിയറൻസിൽ മാത്രമല്ല, നിങ്ങളുടെ എനർജി വളരെ മാഗ്നറ്റിക് ആവുന്നത് കാണുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ആ റൈറ്റ് പീപ്പിൾ, റൈറ്റ് ഡെസ്റ്റിൻ പാർട്ട്ണർ ഒക്കെ എൻ്റർ ആകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ഓക്കെ. പൊതുവെ ഒരു സ്നേഹം നിറഞ്ഞ ഒരു മാസം ആകാൻ, ഈ മാർച്ച് മാസം ആകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇതിന് ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിട്ടുകളയാൻ നിങ്ങൾ തയ്യാറാകണം. Clarify the Ten of Words. Clarify the Page of Cups. Clarify the Sun. ഓക്കെ. ഇത് ക്ലിയർലി പറയുന്നത് ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇപ്പൊ നിങ്ങൾ കുറച്ച് കൺഫ്യൂസ്ഡ് സ്റ്റേജിലാണെന്ന് കാണുന്നുണ്ട്. അവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ക്ലാരിറ്റി, ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു മേഖലയിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് കാണുന്നുണ്ട്. അതിന്റെ അവസാനത്തെ ഒരു പീരീഡിലാണ്, പക്ഷെ അവസാനിക്കുമ്പോഴാണ് ഇന്റൻസിറ്റി കൂടുക, അല്ലേ? അപ്പം ആ ഒരു ഇന്റൻസിറ്റി വളരെ കൂടുതലായി നിൽക്കുന്ന ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു പീരീഡിലാണ് നിങ്ങൾ എന്ന് കാണുന്നു. അപ്പൊ അവിടെ ഒരുപക്ഷെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള നെഗറ്റീവ് തോട്ട്സ് ഇങ്ങനെ മനസ്സിലേക്ക് വരുന്നുണ്ടാവും. സാധാരണ നിങ്ങൾക്ക് അതൊക്കെ അണ്ടർ കൺട്രോളിലാണ്, നിങ്ങളത് വളരെയധികം എഫിഷ്യൻ്റ്ലി ഹാൻഡിൽ ചെയ്യുന്നതാണ്. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് അത് സാധിക്കുന്നില്ല. ഓക്കെ. അത് ഈ പറയുന്നത് ഈ പറഞ്ഞ പോലെ അതിന്റെ ഒരു എൻഡിൽ വന്ന് നിൽക്കുമ്പോൾ, ആ സ്ട്രഗ്ലിംഗ് പീരീഡിന്റെ എൻഡിലായിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് അത് ഇത്രയും ചാലഞ്ചിങ് ആവുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, നിങ്ങളെ തേടി എന്തായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ക്ലാരിറ്റി ഒക്കെ നൽകിക്കൊണ്ട്, ഓക്കെ, ഒരു എന്താ പറയാ ഒരു പോസിറ്റീവ് ഷിഫ്റ്റ് ആ ഒരു മേഖലയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു മാർച്ച് മാസത്തിൽ സംഭവിക്കുന്നുണ്ട്. അപ്പൊ ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിലായിരിക്കാം ഈ ഒരു പോസിറ്റീവ് ഷിഫ്റ്റ് സംഭവിക്കുന്നത്. ഒക്കെ നിങ്ങൾ കൂടുതൽ പ്രതീക്ഷയോടെ, വിശ്വാസത്തോടെ ഭാവിയിൽ നടക്കാണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഒരു പ്രതീക്ഷ, വിശ്വാസം കൂടുന്നു. ഓക്കെ. അങ്ങനെ വളരെ ഒരു എന്താ പറയാ ഇൻസ്പയർഡ് ആയിക്കൊണ്ട് ആക്ഷൻസ് ഒക്കെ എടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകുക. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ 3D റിയാലിറ്റിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റം കൊണ്ടുവരുന്നതിന് നിങ്ങൾക്കൊരു അവസരം കിട്ടുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും ഒരു സഹായം കിട്ടുക, ആരെങ്കിലും നിങ്ങളെ സഹായിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങളെ ഗൈഡ് ചെയ്യാണ് ആ ഒരു പോസിറ്റീവ് ഷിഫ്റ്റിലേക്ക്. അങ്ങനെ മാത്രമല്ല, നിങ്ങളുടെ കുറെ ചോദ്യങ്ങൾക്ക്, നിങ്ങളുടെ കൺഫ്യൂഷൻസിനൊക്കെ അവിടെ ഉത്തരം കിട്ടുന്നു. ഇങ്ങനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു പോസിബിലിറ്റി അവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങളോട് എന്താ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ,
ആ ഒരു എൻഡിങ്, ആ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് അവസാനിക്കുകയാണ് എന്നൊരു ബോധ്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ആ ഒരു ഇന്റൻസിറ്റി കൂടുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. നിങ്ങൾ സ്വയം ടേക്ക് കെയർ ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ഇമോഷൻസിന്റെ കാര്യത്തിലായിക്കോട്ടെ, തോട്ട്സിന്റെ കാര്യത്തിലായിക്കോട്ടെ, നിങ്ങൾ കൃത്യമായി ഭക്ഷണം കഴിക്കുന്നുണ്ട്, കൃത്യമായി ഉറങ്ങുന്നുണ്ട്, കൃത്യമായി വ്യായാമം ചെയ്യുന്നുണ്ട്, അതുപോലെ നല്ലോണം വെള്ളം കുടിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ അനാവശ്യ ചിന്തകളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, നിങ്ങൾക്ക് സ്വയം മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, ആ ഒരു നിങ്ങൾക്ക് ഡിസേർവിംഗ് അല്ലാത്ത ഒരു കാര്യത്തിലും നിങ്ങൾ ഇൻവോൾവ് ആകുന്നില്ല. ഇക്കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു ഉറപ്പ് നിങ്ങൾ കൊണ്ടുവരാൻ സാധിക്കണം. നിങ്ങൾ അതൊക്കെ അത്രയും നിങ്ങൾക്ക് അത്രയും ഇഷ്ടമുള്ള ഒരു വ്യക്തിയെ നിങ്ങൾ എങ്ങനെയാണോ ടേക്ക് കെയർ ചെയ്യുന്നത്, അതുപോലെ നിങ്ങൾ സ്വയം ടേക്ക് കെയർ ചെയ്യേണ്ട ഒരു മാസം കൂടിയാണ് മാർച്ച് മാസം. ഓക്കെ, ഭാവിയെ കുറിച്ച് പ്രതീക്ഷയോടെ മാത്രം ഇരിക്കുക. ബെസ്റ്റ് കേസ് സിനാരിയോയിൽ ഫോക്കസ് ചെയ്യുക. ഒരു എക്സ്പെരിമെന്റ് പോലെ ചെയ്തോളൂ. ഈ ഒരു മാസം മാർച്ച് മാസത്തിൽ കടക്കുമ്പോൾ എന്തൊരു കാര്യത്തിനെ കുറിച്ച് ഭാവിയിൽ ചിന്തിക്കുമ്പോഴും ഏറ്റവും പോസിറ്റീവായിട്ട് ചിന്തിക്കുള്ളൂ. നമുക്ക് ഏറ്റവും പോസിറ്റീവായിട്ട് അതിനെ കുറിച്ച് പറയുള്ളൂ. അങ്ങനെ ഒരു എക്സ്പെരിമെന്റ് പോലെ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനെ ചെയ്ത് നിങ്ങൾ പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഉള്ള കൺഫ്യൂഷൻസ് ഒക്കെ മാറാനും, നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ക്ലാരിറ്റി കിട്ടാനും, നിങ്ങളുടെ ലൈഫിൽ ഒരു പോസിറ്റീവ് ഷിഫ്റ്റ് ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ മാർച്ച് മാസത്തിലെ ഒരു പോസിറ്റീവ് ഷിഫ്റ്റ് അങ്ങനെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ള എല്ലാ സാധ്യതയും നമുക്ക് കാണുന്നുണ്ട്. കുറെ കൂടെ ലൈഫ് സ്മൂത്ത് ആകുന്നതിനായിട്ടും മാർച്ച് മാസം കഴിയുമ്പോൾ നെക്സ്റ്റ് ഏപ്രിലേക്ക് കടക്കുന്ന ആ ഒരു ടൈമിൽ നിങ്ങൾ കുറെ കൂടെ ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള, സംതൃപ്തി നിറഞ്ഞ, സന്തോഷം നിറഞ്ഞ ഒരു സമയത്തായിരിക്കാനുള്ള സാധ്യതയും കാണുന്നു. അപ്പൊ ഇത്രയുമാണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. പ്രധാനപ്പെട്ട 3 മാർഗനിർദ്ദേശങ്ങളാണ് മാർച്ച് മാസം മികച്ചതാക്കുന്നതിന്. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചെന്ന് വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ കമന്റ് സെക്ഷനിൽ ഞാൻ നൽകുന്ന ടാരോ റീഡിംഗ്സിന്റെ ഒരു ചുരുക്ക വിവരണം നൽകിയിട്ടുണ്ട്. വായിച്ചു നോക്കി താല്പര്യമുണ്ടെങ്കിൽ റീഡിംഗ് ബുക്ക് ചെയ്യാനായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാ നന്മകളും നേർന്നുകൊണ്ടും മികച്ച ഒരു മാർച്ച് 2026 ആശംസിച്ചുകൊണ്ടും നിർത്തുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2. അപ്പൊ നിങ്ങളെ തമ്മിലത്തെ രണ്ടാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. മാർച്ച് 2026 മികച്ചതാക്കുന്നതിന് ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അവർക്കുള്ള പ്രധാനപ്പെട്ട 3 മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, clarify, Ace of Cups. നിങ്ങളോട് എന്താ പറയണെന്ന് വെച്ചാൽ ഈ മാർച്ച് മാസത്തില് നിങ്ങളുടെ പല മാനിഫെസ്റ്റേഷനും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ, ഓക്കെ, നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ആണ് സംഭവിക്കുന്നത്. പക്ഷേ ചിലപ്പോൾ ഒന്നായിരിക്കും, അതിൽ കൂടുതലായിരിക്കാം. പക്ഷെ അത് വരുന്ന രീതി, നിങ്ങളുടെ ലൈഫിലേക്ക് അത് സംഭവിക്കുന്ന രീതി നിങ്ങൾ പ്രതീക്ഷിച്ചതിനും ഡിഫറെന്റ് ആകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ പുതിയ തുടക്കങ്ങൾക്ക് സാധ്യതയുണ്ട്. ഈ പുതിയ തുടക്കങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന തുടക്കങ്ങളാണ് എന്നാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. മാറ്റങ്ങളെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കണം. ഈ മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ തന്നെ അവിടെ നിന്ന് നിർബന്ധം ഒട്ടും ഇല്ല. ഓക്കെ, കാരണം നമുക്കിവിടെ ഫുൾ കാർഡ് കിട്ടിയിട്ടുണ്ട്. സർപ്രൈസസ് ഉണ്ടായിരിക്കും, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കും, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ബിഗിനിങ്, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത നേരത്തെ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത രീതിയിലൊക്കെ, പ്രതീക്ഷിക്കാത്ത സമയത്തൊക്കെ ഈ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാം. അതിനെ ഒരു ആശങ്കയില്ലാതെ, ഭയമില്ലാതെ അതിനെ സ്വീകരിക്കാൻ പറ്റണം. ഈ മാറ്റങ്ങളെല്ലാം ഞാൻ അർഹിക്കുന്നതാണ്, ഇതെന്റെ ജീവിതത്തിലേക്ക് നല്ല എനർജിയാണ് കൊണ്ടുവരുന്നത് എന്ന ഒരു ബോധ്യത്തോടെ, ഒരു കോൺഫിഡൻസോട് കൂടെ ഈ മാറ്റങ്ങളെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കണം. ഓക്കെ, ആ ഒരു എന്റെ മാനിഫെസ്റ്റേഷൻ തന്നെയാണ് എന്റെ റിയാലിറ്റിയിൽ സംഭവിക്കുന്നത് എന്ന ഒരു തിരിച്ചറിവ് എപ്പോഴും ഉണ്ടായിരിക്കണം. അങ്ങനെ അപ്പൊ പുതിയ എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് പല രൂപത്തിൽ നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയ എനർജീസ് എൻ്റർ ചെയ്യുന്ന ഒരു മാസമാണ് മാർച്ച് മാസം. അതിൽ നിങ്ങൾ സറണ്ടർ ചെയ്യാൻ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഓക്കെ, വരുന്ന മാറ്റങ്ങളെ സ്വീകരിക്കുക, ഞങ്ങൾക്ക് അപ്പാടെ സ്വീകരിക്കാൻ മുന്നോട്ട് പോകാനാണ്. അപ്പോൾ അത് നിങ്ങളുടെ കംഫർട്ട് സോൺ പുറത്ത് നിൽക്കുന്നതാണെങ്കിൽ നിങ്ങൾ അത് സ്വീകരിക്കാൻ തയ്യാറായിരിക്കണം. അനാവശ്യമായിട്ടുള്ള ഭയം വേണ്ടതില്ല. അനാവശ്യമായിട്ടുള്ള എന്താ പറയണ്ടേ എക്സ്ക്യൂസസ് കണ്ടെത്തി അതിനെ ഈ ഒരു പുതിയ തുടക്കത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ ശ്രമിക്കരുത് എന്നുകൂടെ കേൾക്കുന്നുണ്ട്. ഇതിനെ സ്വീകരിക്കുക. നിങ്ങൾ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു ലൈഫ് ഉണ്ട്. അതിലേക്ക് എത്തിക്കുന്നതിനായിട്ടുള്ള തുടക്കങ്ങളാണ് ഇതൊക്കെ. അതിലേക്ക് നിങ്ങൾ എത്തിക്കുന്നതിനുള്ള മാറ്റങ്ങളാണ് ഇതൊക്കെ എന്ന് മനസ്സിലാക്കി അതിനെ ആക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, clarify the Page of Cups.
Clarify the Queen of Swords. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ചില മേഖലകളിൽ എസ്പെഷ്യലി നിങ്ങൾ കറന്റ് സ്റ്റക്ക് ആയി നിൽക്കുന്ന ചില ഒരു മേഖല ഉണ്ടാകാം. ഓക്കെ, സ്പെസിഫിക് ആയിട്ട് ഒരു മേഖല ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഏതൊരു കാര്യം ഉണ്ടായിരിക്കാം. അവിടെ നിങ്ങളുടെ തോട്ട്സ് നിങ്ങളെ ക്ലൗഡ് ചെയ്യുന്നു. ഓക്കെ, അനാവശ്യമായിട്ടുള്ള നെഗറ്റീവ് ചിന്തകൾ ഇങ്ങനെ പെരുകി പെരുകി നിങ്ങൾക്ക് എന്ത് ചെയ്യണം, എന്ത് ആക്ഷൻ എടുക്കണം എന്ന് അറിയാതെ നിങ്ങൾ സ്റ്റക്ക് ആയി നിൽക്കുന്ന അവസ്ഥയാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു സന്ദേശം നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. ആ സന്ദേശത്തിലൂടെ ഈ ഒരു സ്റ്റക്ക് എനർജിയിൽ നിന്ന് പുറത്ത് കടക്കുന്നതിന് നിങ്ങൾക്ക് വേണ്ടുന്ന വ്യക്തത, ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഓക്കെ, വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്. അവിടെ നിങ്ങൾക്ക് കൃത്യമായി അറിയുന്നുണ്ട് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു സിറ്റുവേഷന് പുറത്ത് കടക്കുന്നതിനായിട്ട് എന്നുള്ളത്. ഓക്കെ, ഇത് ഒരു ട്രാൻസ്ഫോർമേഷന് തുടക്കമായിരിക്കും എന്ന് മനസ്സിലാക്കുക. ആ ഒരു എന്താ പറയാ കമ്മ്യൂണിക്കേഷൻ നടന്ന് നിങ്ങൾക്ക് ആ ക്ലാരിറ്റി കിട്ടുമ്പോൾ നിങ്ങൾ ആ ആക്ഷൻ എടുക്കാൻ തയ്യാറായിരിക്കണം. ഓക്കെ, എന്താണോ നിങ്ങൾക്ക് കിട്ടുന്ന ക്ലാരിറ്റി അതനുസരിച്ച് മുന്നോട്ട് പോകാൻ, എന്ത് ആക്ഷൻ എടുക്കണോ അതെടുക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. അപ്പോഴാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ചേഞ്ച്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം, ഓക്കെ, നിങ്ങൾക്ക് ഡെസ്റ്റിൻഡ് ആയിട്ടുള്ള യൂണിവേഴ്സ് കരുതി വെച്ചിട്ടിരിക്കുന്ന ആ ഒരു മാറ്റം നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു മാറ്റം നിങ്ങൾക്ക് കൂടുതൽ സംതൃപ്തിയാണ് കൊണ്ടുവരാൻ. ഓക്കെ, നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും കൂടുതൽ സംതൃപ്തി കൊണ്ടുവരുന്ന ഒരു മാറ്റത്തിന്റെ തുടക്കമായിരിക്കും. അപ്പൊ ആ മാറ്റം സംഭവിക്കാനായിട്ട് നിങ്ങൾ അനുവദിക്കുക. ഓക്കെ, അനാവശ്യമായിട്ടുള്ള ചിന്തകൾ അപ്പോഴും നിങ്ങളെ നിയന്ത്രിക്കാൻ നിങ്ങൾ സമ്മതിക്കരുത്. പിന്നെ മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു എന്താ പറയണ്ടേ ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ഓവർ തിങ്കിങ് ഒട്ടും പാടില്ല എന്ന് നിങ്ങളോട് പറയുന്നുണ്ട്. നിങ്ങളുടെ ഗോൾസ്, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്താണോ അതിലേക്ക് എത്തുന്നതിന് വേണ്ടി നിങ്ങൾ ആക്ഷൻസ് എടുക്കുന്നതായിട്ട് കാണുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ആക്ഷൻസ് എടുക്കണം എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു വ്യക്തത ഈ മാർച്ച് മാസത്തിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതനുസരിച്ച് ആത്മവിശ്വാസത്തോടെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ എബിലിറ്റിയിലും നിങ്ങളുടെ കഴിവുകളിലും ഓക്കെ നിങ്ങളുടെ സ്കിൽസിലും ഒക്കെ ഉള്ള ഒരു ആത്മവിശ്വാസത്തോടെ നിങ്ങളോട് മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, മുന്നോട്ട് പോകാം. എന്താ നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കടക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും. പുറത്ത് കടക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. നിങ്ങൾക്ക് കുറച്ച് സർപ്രൈസസ് ഒക്കെ ഈ ഒരു കാര്യത്തിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കുറെ എക്സ്പീരിയൻസസ് ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷെ ഒരു പ്ലസന്റ് എനർജി എനിക്ക് കിട്ടുന്നത്, നെഗറ്റീവ് ആയിട്ടല്ല കിട്ടുന്നത്. പക്ഷെ അതിന് നിങ്ങൾ തയ്യാറാവണം. ഓക്കെ, ആ ഒരു അത്തരത്തിലുള്ള മാറ്റം ഉണ്ടാകണമെങ്കിൽ, അത്തരത്തിലുള്ള മാറ്റങ്ങൾ അനുഭവിക്കണമെങ്കിൽ അവിടേക്ക് നിങ്ങൾ എത്തിച്ചേരണ്ടേ. അവിടേക്ക് എത്തിച്ചേരുന്നതിന് നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കണം എന്നാണെങ്കിൽ അത് നിങ്ങൾ ചെയ്യാൻ തയ്യാറാകണം. അപ്പോൾ തന്നെയാണ് ഈ പറയുന്ന അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പൊ നിങ്ങളോട് എന്താണെന്ന് വെച്ചാൽ തെറ്റ് ചെയ്ത് ശരി ഏതെന്ന് കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, അപ്പൊ അവിടെ അനാവശ്യമായിട്ട് ചിലപ്പം എന്താ പറയാ നിങ്ങൾ ഉദ്ദേശിച്ച രീതി ആയിരിക്കില്ല, നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ കൂടുതൽ പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ അത് ശരിയായ രീതിയല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് പറ്റണം. അത് ഞാൻ വിചാരിച്ചതാണ് മാത്രമാണ് ശരി, അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ഇവിടെ പറ്റില്ല. ഓക്കെ, കാരണം നിങ്ങൾക്ക് കൃത്യമായിട്ട് യൂണിവേഴ്സ് കാണിച്ചിട്ട് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, ഓക്കെ, എവിടെയാണ് ശ്രദ്ധ കൊടുക്കേണ്ടത്, എന്താണ് നിങ്ങൾ എടുക്കേണ്ട അടുത്ത ആക്ഷൻ, ഇതിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തത ഈ മാർച്ച് മാസത്തിൽ കിട്ടുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ കുറേയും കൂടെ ഒന്നുകിൽ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ ലക്ഷ്യപ്രാപ്തിയിലേക്ക് നിങ്ങൾ എത്തുന്നുണ്ട്, അല്ലെങ്കിൽ ലക്ഷ്യത്തിനോട് വളരെയധികം നിങ്ങൾ അടുക്കുന്നുണ്ട് ഈ മാർച്ച് മാസം അവസാനിക്കുന്നതോടുകൂടെ. പക്ഷെ അവിടെ ഈ കോൺഫിഡൻസ് വിട്ടുകളയാൻ പാടില്ല. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. നിങ്ങളുടെ കംഫർട്ട് സോണിൽ പുറത്തെടുക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. ഓക്കെ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ നടക്കും എന്ന ഒരു വിശ്വാസവും വേണ്ട. യൂണിവേഴ്സ് നിങ്ങളെ സർപ്രൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. സർപ്രൈസ് ചെയ്യാൻ അനുവദിക്കുക. ഓക്കെ, നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ തന്നെയാണ് കുറച്ചും കൂടെ മികച്ച രീതിയിൽ, നിങ്ങൾക്ക് നല്ലതായിട്ടുള്ള രീതിയിലാണ് അത് സംഭവിക്കുന്നത് എന്നുള്ള ബോധ്യം ഉണ്ടാവണം. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നടക്കുമ്പോൾ ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്നൊരു തോന്നൽ ഉണ്ടായിരിക്കാം. പക്ഷെ നിങ്ങളുടെ ഹയസ്റ്റ് ഗുഡിനാണ് അത് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ അക്സെപ്റ്റ് ചെയ്യുക, മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നിങ്ങൾക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ. മാർച്ച് 2026 മികച്ചതാക്കുന്നതിന് നിങ്ങൾക്കുള്ള ഗൈഡൻസസ് ഇതൊക്കെയാണ്.
റീഡിംഗ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമന്റ് സെക്ഷനിലും കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഞാൻ നൽകുന്ന പേഴ്സണൽ ടാരോ റീഡിംഗ് സർവീസസിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറു വിവരണം നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ കാണാൻ സാധിക്കും. താല്പര്യമുണ്ടെങ്കിൽ അത് വായിച്ചു നോക്കുക. റീഡിംഗ് ബുക്ക് ചെയ്യുന്നതിന് എന്നെ കോൺടാക്ട് ചെയ്യുക. മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വളരെ മികച്ച ഒരു മാർച്ച് 2026 ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 3. അപ്പൊ നിങ്ങൾ തംബ്നെയിലത്തെ മൂന്നാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പൊ നോക്കാം. മാർച്ച് 2026 മികച്ചതാക്കുന്നതിന് ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സിന് യൂണിവേഴ്സ് നൽകുന്ന പ്രധാനപ്പെട്ട 3 മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. Clarify the 9 of Swords. Clarify the Justice. Okay. നിങ്ങളോട് ആദ്യമേ പറയുന്നു, നിങ്ങളുടെ ലൈഫിൽ പ്രത്യേകിച്ച് മാർച്ച് മാസത്തില് നിങ്ങൾക്ക് വേണ്ടുന്ന ക്ലാരിറ്റി അതാത് സമയങ്ങളിൽ യൂണിവേഴ്സ് നൽകുന്നതാണ്. ഒരു കാര്യത്തിന്റെ, ഒരു സിറ്റുവേഷന്റെ സത്യാവസ്ഥ, ഒരു റിലേഷൻഷിപ്പിന്റെ സത്യാവസ്ഥ നിങ്ങളുടെ മുന്നിൽ കണ്ണാടിയിൽ കാണുന്ന പോലെ യൂണിവേഴ്സ് കാണിച്ചു തരും. ഇതാണ് അവസ്ഥ, ഇതാണ് സിറ്റുവേഷൻ. അത് പലപ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്നതായിരിക്കില്ല ക്ലാരിറ്റി. ചിലപ്പോൾ നിങ്ങൾ അത് മുന്നോട്ട് കൊണ്ടുപോകണം അല്ലെങ്കിൽ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളായിരിക്കാം. പക്ഷെ യൂണിവേഴ്സ് കാണിച്ചിട്ട് ഇത് നല്ലതല്ല, ഇത് ഇവിടെ അവസാനിപ്പിക്കുന്നതാണ് നല്ലത് എന്നുള്ള ക്ലാരിറ്റിയും കിട്ടുന്നത്. അതാണ് സിറ്റുവേഷൻ. അപ്പൊ നിങ്ങൾക്ക് ഹെൽത്തി അല്ല എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. അപ്പൊ അതിനർത്ഥം നമ്മളത് അത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു ക്ലാരിറ്റി കിട്ടി കഴിയുമ്പോൾ അല്ല അത് ഒരു പക്ഷെ ഇങ്ങനെയാണെങ്കിലോ, അല്ലെങ്കിൽ അത് അതുപോലെയാണെങ്കിലോ, യൂണിവേഴ്സ് ചിലപ്പോൾ ഇങ്ങനെ ആവില്ല ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞ് കാരണങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കില്ലേ? അതായത് ഞാൻ ഉദ്ദേശിച്ചത് തന്നെയാണ് യൂണിവേഴ്സും പറഞ്ഞത്, പക്ഷെ യൂണിവേഴ്സ് തിരുത്തി പറഞ്ഞതാണ്. യൂണിവേഴ്സ് പറഞ്ഞത് ഇപ്പൊ അതിനെ ഫോക്കസ് ചെയ്യേണ്ട, പക്ഷെ കുറച്ചും കൂടെ കഴിഞ്ഞാൽ മുന്നോട്ട് പോകാന്നാണ്. അങ്ങനെ എന്താ പറയാ, നമ്മൾ എക്സ്ക്യൂസസ് കണ്ടെത്താന്ന് പറയല്ലോ, അത് വേണ്ട. അങ്ങനെ നിങ്ങൾ ചിന്തിച്ച് പോയി നിങ്ങൾ എവിടെ എത്തില്ല എന്നുള്ളത് യൂണിവേഴ്സ് ആദ്യമേ പറയുന്നു. ഏതൊരു അവസ്ഥയെ കുറിച്ചും ഏതൊരു കാര്യത്തെ കുറിച്ചും നിങ്ങൾക്ക് അറിയേണ്ട കാര്യം, നിങ്ങൾക്ക് വേണ്ട വ്യക്തത, നിങ്ങൾക്ക് അത് നല്ലതാണോ അല്ലയോ, നിങ്ങൾ അത് ഡിസേർവ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ, ഇതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് അതാത് സമയങ്ങളിൽ യൂണിവേഴ്സ് ആ ക്ലാരിറ്റി തരുന്നതാണ്. ആ ക്ലാരിറ്റി തരുമ്പോൾ അതിനെ സ്വീകരിച്ച് അതിൽ പിന്നെ ഇങ്ങനെ ഇരുന്ന് ഇതുപോലെ ഞാൻ ഈ പറഞ്ഞ പോലെ അനാവശ്യമായിട്ടുള്ള ചിന്തകളെ പ്രോത്സാഹിപ്പിക്കാതെ അതിലങ്ങനെ നിങ്ങൾ ആ ഒരു ക്ലാരിറ്റി ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ അർഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അനുഭവത്തിൽ വരാനും അനുഗ്രഹങ്ങൾ നിങ്ങളുടെ അനുഭവത്തിൽ വരാനും കൂടുതൽ ഒരു എന്താ പറയാ മാനസികമായിട്ടുള്ള അല്ലെങ്കിൽ ഇമോഷണലി നിങ്ങൾക്ക് ഒരു സംതൃപ്തി അനുഭവിക്കാനും ഈ മാർച്ച് മാസത്തിൽ സാധിക്കും. പക്ഷെ ഈ പറഞ്ഞ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. Clarify the Queen of Cups. Clarify the Two of Cups. Clarify the Three of Cups. ഞാൻ കേട്ടത് ഡോണ്ട് റിപ്പീറ്റ് ദ പാസ്റ്റ് മിസ്റ്റേക്ക് എന്നാണ്. അപ്പൊ അതായത് ഫ്രണ്ട്ഷിപ്പിലാകാം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആസ്പെക്റ്റിലായിരിക്കാം. ഇൻറ്റ്യൂഷൻ എന്താണ് പറയുന്നത് അതനുസരിച്ച് മുന്നോട്ട് പോകുക. ഫ്രണ്ട്ഷിപ്പിലും അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് ആസ്പെക്റ്റിലും റൊമാൻറ്റിക് ആസ്പെക്റ്റിലുമാണ് പറയുന്നത്. പാറ്റേൺ റിപ്പീറ്റ് ചെയ്യരുത്. നിങ്ങൾ മുൻപ് നിങ്ങൾ ഫോളോ ചെയ്തിരുന്ന ഒരു പാറ്റേൺ ഉണ്ട്, അൺഹെൽത്തി ആയിട്ടുള്ളതാണ്. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾ ഇങ്ങനെ എന്താ പറയാ സെയിം പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചില നിങ്ങളെ വേദനിപ്പിക്കുന്ന, നിങ്ങൾക്ക് അത്ര കംഫർട്ടബിൾ അല്ലാത്ത അനുഭവങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ട്. അപ്പം അത് കടന്നു പോകുമ്പോൾ നിങ്ങൾ അതിൽ എന്താ മനസ്സിലാക്കേണ്ടത്, ഈ പാറ്റേൺ ബ്രേക്ക് ചെയ്യണം. അപ്പൊ ഇത് ഇനിയും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഇതുപോലെയല്ല ഞാൻ അതിനോട് റെസ്പോണ്ട് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിലും നിങ്ങൾ
അതേ പാറ്റേൺ ഈ ഒരു മാസം വീണ്ടും ഈ പറഞ്ഞ പോലെ റിലേഷൻഷിപ്പ് ആസ്പെക്റ്റിലോ നിങ്ങളുടെ സൗഹൃദത്തിലോ അല്ലെങ്കിൽ ചിലപ്പോൾ ഈ രണ്ടിലും നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, അത് വേണ്ടാന്ന് പറയുന്നത്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നതനുസരിച്ച് ബൗണ്ടറി സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റണം. ഹെൽത്തി ബൗണ്ടറി എന്ന് പറയുന്നത് ഒരിക്കലും ആളുകൾ അകറ്റി നിർത്തുക എന്നുള്ളതല്ല. ഹെൽത്തി ബൗണ്ടറി എപ്പോഴും നല്ലതാണ്. അതെല്ലാം എത്ര അടുപ്പുള്ള ആളുകളാണെങ്കിലും അവരുടെ ഇടയിൽ ഒരു ഹെൽത്തി ബൗണ്ടറി വേണം. മറ്റുള്ള ആളുടെ പേഴ്സണൽ സ്പേസിനെ റെസ്പെക്ട് ചെയ്യുക. ഓക്കെ, നമ്മുടെ പേഴ്സണൽ സ്പേസ് മറ്റാളെ റെസ്പെക്ട് ചെയ്യുന്ന ഉറപ്പ് വരുത്തുക. അത് എപ്പോഴും വേണം, അത് നല്ലതാണ്. അപ്പൊ ആ ഒരു പേഴ്സണൽ ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നതിനെ ഫോളോ ചെയ്യാം. ഇമോഷൻസ് നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ഓവർ പവർ ചെയ്യാൻ നിങ്ങൾ സമ്മതിക്കരുത്. അതിനൊരു സാധ്യതയൊക്കെ ഉണ്ട്. ഓക്കെ, ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആസ്പെക്റ്റിൽ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിൽ അത്രയും നല്ല സൗഹൃദങ്ങൾ, അത്രയും സ്നേഹം കാണിക്കുമ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഒന്ന് കരുതിയിരിക്കൂ, ഇവരിൽ നിന്നൊരു അകലം പാലിക്കുന്ന അങ്ങനെയൊന്നുമില്ല, അത് വെറുതെ തോന്നിയതാണ്, മുൻപ് അങ്ങനത്തെ അനുഭവം ഉള്ളത് കൊണ്ട് എന്റെ മനസ്സിലേക്ക് അങ്ങനത്തെ ചിന്ത കടന്നു വന്നതാണ്, ആക്ച്വലി ഒരു പ്രശ്നമില്ല, നല്ല ആളാണ്, നല്ല ആൾക്കാരാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അത് കേൾക്കാതെ പോയി കഴിഞ്ഞാൽ മുൻപുണ്ടായിരുന്ന അതേ അനുഭവം ഇപ്പോഴും ഉണ്ടാവും. ഓക്കെ, മുന്നേ ആ ഒരു സുഹൃത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ സുഹൃത്തുക്കളിൽ നിന്ന് നിങ്ങൾക്കുണ്ടായ വേദന വീണ്ടും നിങ്ങൾ അത് അനുഭവിക്കും. അത് വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ പോലെ ബൗണ്ടറി സെറ്റ് ചെയ്യാൻ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ഫോക്കസ് ചെയ്യാം. ഇൻറ്റ്യൂഷൻ പറയുന്നത് കേൾക്കുക. ഇൻറ്റ്യൂഷൻ ഒരിക്കലും നമ്മളെ തെറ്റായ വഴിക്കൂടെ നയിക്കില്ല. നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഇൻറ്റ്യൂഷൻ കാര്യങ്ങൾ പറയുക. അത് എപ്പോഴും നമുക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കണം എന്നില്ല. ഓക്കെ, നമ്മൾ കേൾക്കാൻ ആകണമെന്ന് ഒരു നിർബന്ധമില്ല. ഭൂരിഭാഗം സമയം അത് അങ്ങനെ ആയിരിക്കില്ല, പക്ഷെ നമ്മുടെ നല്ലതിനായിരിക്കും. ഡിസ്ട്രാക്റ്റഡ് ആവരുതെന്ന് പറയണത്. നിങ്ങളുടെ ഇന്നർ ഗൈഡൻസ് ഫോക്കസ് ചെയ്യും. നിങ്ങൾ ഇത്രയും നാളും ഇതുപോലത്തെ അനുഭവങ്ങളിലൂടെ പോയപ്പോൾ നിങ്ങൾ കുറെ പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ പഠിച്ച പാഠങ്ങളെ മറക്കരുത് എന്ന് നിങ്ങളോട് പറയുന്നു. ഓക്കെ, റിലേഷൻഷിപ്പ് ആസ്പെക്റ്റിലും അവരെ ഒരു ഇനീഷ്യലി സ്നേഹവും കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ എന്തെങ്കിലും റെഡ് ഫ്ലാഗ് കാണുമ്പോൾ യൂണിവേഴ്സ് ശ്രദ്ധിക്കൂ, ഇത് നിങ്ങൾക്ക് നല്ല ഒരാളല്ല, കണ്ടില്ലേ ഡിഫറൻസസ് ഉണ്ട് നിങ്ങളുടെ ഇടയിൽ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഹെൽത്തി ആണെന്ന് പറയുമ്പോൾ അത് വെറുതെ എന്റെ പേടിയാണ്, എന്റെ മനസ്സിന്റെ പേടിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഈ എക്സ്ക്യൂസസ് കണ്ടെത്തി അത് തുടർന്നു കഴിഞ്ഞാൽ മുൻപ് നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായപ്പോൾ അത് എങ്ങനെയാണോ അവസാനിച്ചത്, എത്രത്തോളം നിങ്ങൾ വേദനിച്ചോ അതേപോലെ ഇതിലും ഉണ്ടാവും. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നതിനെ ഫോളോ ചെയ്യാം. ഓക്കെ, അത് തെറ്റിപ്പോയാലോ എന്നൊരു ചിന്ത വേണ്ട, തെറ്റില്ല. Clarify the Three of Pentacles. Clarify the Empress. Clarify the Seven of Pentacles. നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ എൻഡ് ചെയ്യുന്നതിനും ഓക്കെ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നുണ്ട് മാർച്ച് മാസത്തിൽ. അതായത് പെട്ടെന്നായിരിക്കും. ഒരു വെയിറ്റിംഗ് പീരീഡ് എൻഡ് ചെയ്യുന്ന ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. വെയിറ്റിംഗ് അവസാനിക്കുക, കാത്തിരിപ്പ് അവസാനിക്കുന്ന ഒരു എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ മാറ്റമാണ് അല്ലെ. ഈ മാറ്റം നിങ്ങൾ വിചാരിക്കുന്ന പോലെ ചിലപ്പോൾ പതുക്കെ പതുക്കെ ആയിരിക്കില്ല, പെട്ടെന്നായിരിക്കും. പക്ഷെ ഈ ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. ഈ മാറ്റത്തിലൂടെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന കാര്യങ്ങൾ, അനുഭവങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചതാണ്. നിങ്ങൾ ഇത്രയും നാളും എന്തിനാണോ വർക്ക് ചെയ്തത് അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും നാൾ കഷ്ടപ്പെട്ടതിന്റെ ഫലമാണ് നിങ്ങൾക്ക് ഈ മാറ്റത്തിലൂടെ കിട്ടുന്നത്. അപ്പൊ അത് നടക്കുന്നതിനെ നിങ്ങൾ അനുവദിക്കുക. ഇതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയുക സമൃദ്ധിയും ഒരുപാട് അനുഗ്രഹങ്ങളും നിങ്ങളെ തേടിയെത്തുന്നുണ്ട്. ഒരുപാട് ഒരു പ്രോഗ്രസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സാമ്പത്തികമായിട്ടും അല്ലാതെയും ഉള്ള പ്രോഗ്രസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഈ ഷിഫ്റ്റ് പെട്ടെന്നായിരിക്കും, പെട്ടെന്നുള്ള മാറ്റമായിരിക്കും. നിങ്ങൾ അതിന് തയ്യാറായിരിക്കണം എന്ന് നിർബന്ധമില്ല, അങ്ങനെ കാണുന്നില്ല. നിങ്ങൾക്ക് തയ്യാറായിരിക്കില്ല ഈ തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടാവുന്നതിന്. അപ്പൊ ആ ഒരു ഷിഫ്റ്റ് സംഭവിക്കുമ്പോൾ അത് നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ളതാണെന്ന് മനസ്സിലാക്കുക. ഈ ഒരു ഷിഫ്റ്റ് നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ളതാണ്, സംഭവിക്കാൻ അനുവദിക്കുക. ഓക്കെ, അപ്പോൾ ഇതൊരു എന്താ പ്രോഗ്രസ് ആയിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഫോർവേഡ് മൊമെന്റ് ആണ്. അപ്പൊ ആ ഫോർവേഡ് മൊമെന്റിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും. ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ, നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാകും. ആ സപ്പോർട്ടും ഗൈഡൻസും ഒക്കെ സ്വീകരിക്കുക, മുന്നോട്ട് പോവുക. ഓക്കെ, ആ ഒരു എന്താ പറയാ കാത്തിരിപ്പ് അല്ലെങ്കിൽ ഇത്രയും നാളും കാത്തിരുന്നിട്ടുള്ള ആ ഒരു സമയം അവസാനിക്കുകയാണ്. നിങ്ങൾ ആ മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു മാറ്റം തന്നെയാണ്. ഓക്കെ, അതിനായിട്ട് നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് കാണുന്നു. പക്ഷെ ഒരു കുറെ നാളായിട്ട് അതിലൊരു മാറ്റമില്ല. അത് വരുമ്പം ഒന്നും സംഭവിക്കാതെ വന്നപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇപ്പൊ ഒരു നടക്കോ ഇല്ലേ എന്നൊരു സംശയമൊക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഓക്കെ, പക്ഷെ അതിലാണ് ഈ പ്രോഗ്രസ് ഉണ്ടാവുന്നത്. ആ ഒരു
വെയിറ്റിംഗ് പീരീഡ് അവസാനിക്കുക, സ്റ്റിൽനെസ് അവസാനിക്കുകയാണ്, മുന്നോട്ടുള്ള പോക്കാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷെ അത് കുറച്ച് ഇന്റൻസ് ആയിരിക്കും. കാര്യമായൊരു മാറ്റം നിങ്ങളുടെ 3D റിയാലിറ്റിയിൽ അത് കൊണ്ടുവരും. പക്ഷെ അതിലൂടെ നിങ്ങൾക്ക് സമൃദ്ധിയാണ് ഉണ്ടാവുന്നത്, നിങ്ങൾക്ക് കൂടുതൽ നല്ല നല്ല കാര്യങ്ങളാണ് സംഭവിക്കുന്നത്, അതിന് നിങ്ങളെ സഹായിക്കാൻ ആളുകൾ ഉണ്ടായിരിക്കും. അത് അനുവദിക്കുക, അതിലൂടെ കടന്നു പോകുക എന്നുള്ളതാണ് നിങ്ങളുടെ ഡ്യൂട്ടി. അത് നിങ്ങൾ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നിങ്ങൾക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ ഗ്രൂപ്പ് 3. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ചൊരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചന്ദ്രകണ്ഠ ടാരോട്ടിലൂടെ ഞാൻ നൽകുന്ന പേഴ്സണൽ റീഡിംഗ് സർവീസസിനെ കുറിച്ചിട്ടുള്ള ചെറിയ വിവരണം നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ കാണാൻ സാധിക്കും. താല്പര്യമുള്ളവർക്ക് അത് വായിച്ചു നോക്കാം. റീഡിംഗ് ബുക്ക് ചെയ്യണമെങ്കിൽ എന്നെ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വളരെ മികച്ച ഒരു മാർച്ച് 2026 ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.